Hello students. നമ്മൾ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഇൻവോല്യൂട്ട് ഓഫ് എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇത് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ മിസ്ലിനിയസ് കർവ്സ് എന്നാണ്. ഡിപ്ലോമ ബേസ്ഡ് ആണ് ഞാൻ പറഞ്ഞു സിറ്റർ ബോർഡിൻ്റെ. അതിൽ നമ്മൾ ഫോർത്ത് ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ലെറ്ററിങ്, സെക്കൻഡ് ലൈൻസ് ആൻഡ് ഡയമെൻഷൻ, തേർഡ് കോണിക് സെക്ഷൻ ആണ് പിന്നെ അങ്ങനെ നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്ററിന് ലോസൈ ഓഫ് മിസ്ലീനിയസ് കർവ്സ്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻവോല്യൂട്ട്, സൈക്ലോയിഡ്, അതുപോലെ എപ്പിസൈക്ലോയിഡ്, അതുപോലെ ഹെലിക്സ്. അങ്ങനത്തെ കർവ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിക്കാണ് ഇൻവോല്യൂട്ട് ഓഫ് എ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇൻവോല്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് എ ഡെഫിനേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ്. ഇറ്റ്സ് എ കർവ് traced by a point on a intaut inextensible string as it winds from a line or a polygon or a circle. So it's a, when you unwound it, it's a curve traced by. So അതാണ് നമ്മൾ ഇൻവോല്യൂട്ട് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാവുന്നത് ഇൻവോല്യൂട്ട് ഓഫ് എ സർക്കിൾ ഉണ്ട്, ഇൻവോല്യൂട്ട് ഓഫ് എ റെഗുലർ പെൻറ്റഗൺ ഉണ്ട്, ഹെക്സഗൺ ഉണ്ട്, അതുപോലെ ഇൻവോല്യൂട്ട് ഓഫ് എ സർക്കിൾ. മോസ്റ്റ്ലി ഇൻവോല്യൂട്ട് ഓഫ് എ സർക്കിളിന് മാക്സിമം ക്വസ്റ്റ്യനിൽ വരാം. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളെ ബേസിക്കായിട്ട് പഠിപ്പിക്കുന്നത് ഇൻവോല്യൂട്ട് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരും. ഡ്രോ ആൻ ഇൻവോല്യൂട്ട് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 30 mm. 30 mm അപ്പോൾ നമുക്കറിയാം ഇക്വിലാറ്ററൽ ആണെങ്കിൽ 30 mm സൈഡ് ഈക്വൽ സൈഡ്സ് ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ സ്കെച്ച് പെൻ എടുത്തിട്ട് 30 mm നമ്മുടെ റോളർ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ ഞാൻ 30 mm ഒരു ലൈൻ ഡ്രോ ചെയ്യും. ഓക്കെ, സോ 30 mm മീൻസ് 3 cm. നമ്മൾ ഒരിക്കലും മില്ലിമീറ്റർ നമ്മൾ സ്കെയിലിൽ കാണിക്കില്ല, പക്ഷേ നമ്മൾ 30 mm പറയും, പക്ഷേ 3 cm എടുക്കും. ഓക്കെ, ഈ പോയിൻറ്റ്സിന് ഞാൻ ഇതിന് എൻ്റെ പോയിൻറ്റ് 1, 2. ഞാൻ കോമ്പോസ് എടുക്കൂ. കോമ്പോസ് എടുത്തിട്ട് 1ഉം 2യുടെ ഡിസ്റ്റൻസ്, 1, 2 ഡിസ്റ്റൻസ് ആർക്ക് മെഷർ ചെയ്യാം. 1 ആർക്ക് ഡ്രോ ചെയ്യാം. സിമിലർലി 2 ആർക്ക് ഡ്രോ ചെയ്യാം. ഈ രണ്ട് ആർക്ക് എവിടെ കൂട്ടണം അതിന് പോയിൻറ്റ് 3. അപ്പോൾ ഞാൻ ഇവിടെ സ്കെച്ച് പെന്നിൽ കാണിക്കാം. അപ്പോൾ അതിന് ഞാൻ ഇത് 3ഉം 1ഉം കൂടി കൂട്ടി യോജിക്കുക. അതുപോലെ 3ഉം 2ഉം കൂടി കൂട്ടി യോജിക്കുക. അപ്പോൾ എൻ്റെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഫോർമേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കൺസ്ട്രക്ഷൻ ലൈനാണ് കേട്ടോ. അതൊക്കെ നമ്മൾ 2H പെൻസിലോണ്ട് ലൈറ്റിൽ വരയ്ക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനായിട്ട് കാണാൻ വേണ്ടിയാണ് ഇത് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഈ 1, 2, 3 ലൈനിന് എക്സ്റ്റെൻഡ് ചെയ്യുക, കുറച്ച് നീങ്ങിയിട്ട്. അതുപോലെ 1 to 3 താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. 2 to 3 ലൈൻ മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. നമ്മുടെ ഇവിടെ എക്സ്റ്റൻഷൻ കഴിഞ്ഞു. ഞാൻ സ്കെച്ച് പെന്നോട് കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പോസ് എടുക്കുക. നമ്മുടെ ആക്ച്വലി 1 to 3, 1 to 2 നമ്മുടെ സൈഡ് ഓഫ് എ 1 കമ്പോസ് വെച്ചിട്ട് 2 ഡിസ്റ്റൻസ് വെച്ചിട്ട് 2 ഈ നമ്മുടെ 3, 1 ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ കാണാം. ഈ 3 to 1 ലൈൻ അവിടേക്ക് ആർക്ക് കട്ട് ചെയ്യാം. ആർക്കിന് വേണമെങ്കിൽ ഞാൻ ഇവിടെ പേര് കൊടുക്കാം, പോയിൻറ്റ് P. ഈ ആർക്ക് വേറെ സ്കെച്ച് പെന്നോട് കാണിക്കുന്നുണ്ട്. അതുപോലെ 3 to P ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. എന്നിട്ട് ഈ ആർക്ക് ഇങ്ങോട്ട് മേലോട്ട് വരയ്ക്കാം. ഈ പോയിൻറ്റിന് ഞാൻ പോയിൻറ്റ് Q എന്ന് എഴുതും. അതുപോലെ 2 to 3. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 to 2 ഡിസ്റ്റൻസ് 2 ആർക്ക് ഇങ്ങോട്ട് വരച്ചു. 3 to P ഡിസ്റ്റൻസ് എടുത്തിട്ട് 3 കമ്പോസ് വെച്ച് 3 to P റേഡിയസ് എടുത്തിട്ട് P ആർക്ക് ഇങ്ങോട്ട് വരച്ചു. സിമിലർലി ഈ 2 ഇവിടെ ഇട്ടാൽ 2 to Q കമ്പോസിലെടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് ഈ ആർക്ക് ഇങ്ങോട്ട് നമ്മുടെ 1, 2 ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിലേക്ക് ഡ്രോ ചെയ്യും. അപ്പോൾ കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ ഡ്രോ ചെയ്തു. ഈ പോയിൻറ്റ് ഞാൻ Q പിന്നെ ഞാൻ R എന്ന് പേര്. ഇവിടെ QR. So എൻ്റെ PQR is the
ഇൻവോല്യൂട്ട് വാട്ട് ഐ ഗോട്ട് ഫ്രം ദറ്റ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ 1 2 3. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ ഈ വേറൊരു കളർ സ്കെച്ച് പെൻ ഉണ്ട്, ഈ കർവ് ഒന്ന് ട്രേസ് ചെയ്യുക ഫോർ യു പീപ്പിൾ ടു വിഷ്വലൈസ് ഇറ്റ് മോർ ക്ലിയർലി. സ്കെച്ച് പെൻ കൊണ്ട് നമുക്ക് ഇത് കാണാൻ പറ്റില്ല, കുറച്ചൊരു ചെറുപേറും. പക്ഷേ ഇത് ഞാൻ ഈ വീഡിയോ നിങ്ങൾ ഈ സ്റ്റെപ്സ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതിനൊപ്പം പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശരിയായിട്ടൊരു ഇതായി. സോ ദിസ് ഈസ് ദ റിക്വയർഡ് ഇൻവോല്യൂട്ട് കർവ് ഐ ഒബ്റ്റെയിൻ. നെക്സ്റ്റ് നമ്മുടെ റിമൈനിങ് എന്ന് നമ്മൾ ഡയമെൻഷൻ റിപ്രസെൻറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് ഇസ് എ ഡയമെൻഷനിങ് പ്രോസസ്സ്. ഡയമെൻഷൻ ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. ഇത് കുറച്ച് പ്രൊജക്ഷൻ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക ലൈറ്റായിട്ട്. അതുപോലെ ഇവിടുന്ന് ലൈറ്റായിട്ട് പ്രൊജക്ഷൻ ലൈൻ ലൈറ്റായിട്ട് വരയ്ക്കുക. ഇതിപ്പോൾ സ്കെച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഇവിടുന്ന് ഡയമെൻഷൻ ലൈൻ വരയ്ക്കുക. ഇവിടെ 30 എന്നിടാം. ദറ്റ് ഈസ് 30 മില്ലിമീറ്ററിൻ്റെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഐ ഹാവ് ഡ്രോൺ. സോ ദിസ് ഈസ് ദ ലെഡ്ജർ വെച്ചിട്ട് റൈറ്റ് ഹിയർ INVUL. So this is the involute of a required equilateral triangle what I have obtained. So equilateral triangle of side 30 mm. This is the required involute traced by the path. So this is P. നമുക്ക് വേണമെങ്കിൽ 2PQR അങ്ങനെയും പോയി കൊടുത്തു. 2PQR is the required involute for the given figure. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻസ് വേണമെങ്കിൽ നമുക്ക് ഒരു ഇതുപോലെയും കൊടുക്കാം. ഇവിടുന്ന് ആർക്കും ആവശ്യമില്ല, ഇത് മതി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതിങ്ങനെ ഓക്കെ, താങ്ക് യു. ഇവിടെ കുറച്ച് ചെറുതായി, അത് ഞാൻ പറയില്ല, മെത്തേഡൊന്നും മനസ്സിലാക്കാം. അപ്പോൾ ഞാനത് കർവ് വേർഷനിൽ പറയാം. 1 to 2 ഡിസ്റ്റൻസ് എടുക്കാം. റേഡിയസ് എടുക്കുക കമ്പോസിൽ. 1 കമ്പോസ് വെച്ചിട്ട് 2 ഇവിടേക്ക് ആർക്ക് കട്ട് ചെയ്യുക. സിമിലർലി 3 to P ഡിസ്റ്റൻസ് എടുക്കുക. P3 സെൻറ്റർ വെച്ചിട്ട് Pന്ന് ആർക്ക് ഇങ്ങോട്ട് വരയ്ക്കുക, കട്ട് ചെയ്യുക, അതിന് പേര് ക്യൂടെ. അതുപോലെ 2 Q ഡിസ്റ്റൻസ് എടുക്കുക. Qലെ സെൻറ്റർ വെച്ചിട്ട് ഈ ആർക്ക് ഇങ്ങോട്ട് ഈ നമ്മുടെ 1 2 ഇതിനെ ഞാൻ കാണില്ല. അപ്പോൾ 1 2ലേക്ക് കട്ട് ചെയ്യുമ്പോൾ അത് 0.6. ഇതിന് നമ്മുടെ റിക്വയർഡ് ഇൻവോല്യൂട്ട് മനസ്സിലായെന്ന് വിചാരിക്കാം. താങ്ക് യു.